ബൈക്ക് ഓടിക്കുന്നവർക്കൊന്നും ആക്സിലേറ്റർ കൂട്ടാൻ പറ്റില്ല. വീട്ടിലെ പാത്രം നമുക്ക് ഓപ്പൺ ആക്കണമെങ്കിൽ നമുക്ക് ഒരിക്കലും ഇത് പറ്റൂല. ടെന്നീസ് എൽബോ എന്നൊക്കെയാണ് നമ്മൾ അതിന് പറയുന്നത്. കൈ നമുക്കിങ്ങനെ പുറയിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. ഫംഗ്ഷന് പോയി കഴിഞ്ഞാൽ ആരെങ്കിലും ഷെയ്ക്ക് ഹാൻഡ് തന്നു കഴിഞ്ഞാൽ നമുക്ക് വേദനയാണ്. ഓഫീസ് വർക്ക് കൂടുതലായിട്ടുള്ളവർക്ക് കാണപ്പെടുന്നതാണ് ഈ നെക്ക് പെയിൻ. നമ്മൾ കുറച്ചു നേരം ഇങ്ങനെ സംസാരിച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ കൈ അല്ലെങ്കിൽ അടുത്ത കൈയിലേക്ക് നമ്മൾ മാറ്റും. അതായത് എല്ല് തേയ്മാനം എന്ന് പറയപ്പെടുന്ന മുട്ടുവേദനയുണ്ട്. ഈ ഫോണിൽ നമുക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റില്ല. ഈ ഭാഗങ്ങളിൽ നമുക്ക് വേദനയായിരിക്കും. ഇപ്പോൾ ഞെക്കുന്ന പേന ഉണ്ടെങ്കിൽ ഇവിടെ ജോയിന്റ് വേദനയായിരിക്കും. പിന്നെ വേറെ ആളുകളുണ്ടെങ്കിൽ ഈ കൈ അങ്ങ് മടങ്ങിപ്പോവും. അത് പിന്നെ നിവരൂല്ല. അടുത്തൊരു കൈ കൊണ്ട് വേണം നമ്മളത് പിടിച്ച് നിവർത്താൻ വേണ്ടിയിട്ട്. ഈ ഭാഗങ്ങളിലൊക്കെ നീരുണ്ടാവും. കൈ ഇങ്ങനൊന്നും ആക്കാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു അവസ്ഥ. അടുത്തായിട്ട് കാണുന്നതാണ് നമ്മുടെ ഈ റിസ്റ്റിന്റെ ഭാഗവേദന, കൈക്കുഴ ഭാഗത്തെ വേദന. ബൈക്ക് ഓടിക്കുന്നവർക്കൊന്നും ആക്സിലേറ്റർ കൂട്ടാൻ പറ്റില്ല. ഭയങ്കര വേദനയായിരിക്കും. വീട്ടമ്മമാര് നമ്മൾ കത്തി അരിയുമ്പോൾ കൈ ഇങ്ങനെ കുഴഞ്ഞു പോകും. വീട്ടിലെ ഡ്രസ്സ് പിഴിയാനോ അതൊന്നും പറ്റില്ല. നമുക്ക് അസഹ്യമായ വേദന. അതേപോലെയാണ് വീട്ടിലെ പാത്രം നമുക്ക് ഓപ്പൺ ആക്കണമെങ്കിൽ പറ്റൂല. അടുത്താണ് നമുക്ക് എൽബോ ജോയിന്റ് പെയിൻ. ഇതും ഏകദേശം ഇപ്പൊ ഈ പറഞ്ഞ ബൈക്ക് ഓടിക്കുന്ന സമയത്താണെങ്കിലും എന്തെങ്കിലും വെട്ടാനാണെങ്കിലോ ഇവിടെ കൈ ഇങ്ങനെ മടക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നിവർത്തുമ്പോഴൊക്കെ ഈ ഒരു ഭാഗത്ത് നമുക്ക് അസഹ്യമായ വേദന ഉണ്ടാവും. ടെന്നീസ് എൽബോ എന്നൊക്കെയാണ് നമ്മൾ അതിന് പറയുന്നത്, ആ ഒരു വേദന. അടുത്താണ് നമ്മുടെ ഈ ഷോൾഡർ ഭാഗത്തെ വേദന. കൈ നമുക്കിങ്ങനെ പുറയിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. അതുപോലെ ബാക്കിലേക്ക് വെക്കാൻ പറ്റില്ല. നമ്മൾ ഏതെങ്കിലും ഒക്കെ ഫംഗ്ഷന് പോയി കഴിഞ്ഞാൽ ആരെങ്കിലും ഷെയ്ക്ക് ഹാൻഡ് തന്നു കഴിഞ്ഞാൽ കൈ ഇങ്ങനെ ആക്കാൻ പറ്റില്ല. പിന്നെ നമ്മൾ ഈ ബസ്സിൽ പോകുമ്പോൾ കൈ ഇങ്ങനെ മുകളിലേക്ക് കുറച്ചു നേരം പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ കൈ അങ്ങ് താങ്ങും. പിന്നെ ഫോൺ പിടിക്കുന്നവരാണെങ്കിൽ നമ്മൾ കുറച്ചു നേരം ഇങ്ങനെ സംസാരിച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ കൈ അല്ലെങ്കിൽ അടുത്ത കൈയിലേക്ക് നമ്മൾ മാറ്റും. ഇതുപോലുള്ള വേദന, ലാപ്ടോപ്പ് ഉപയോഗിക്കുക, അങ്ങനെയുള്ള ഈ ഓഫീസ് വർക്ക് കൂടുതലായിട്ടുള്ളവർക്ക് കാണപ്പെടുന്നതാണ് ഈ നെക്ക് പെയിൻ. കഴുത്ത് നമുക്ക് ഇങ്ങനെ തിരിച്ചാലും ഈ ഭാഗത്ത് വലിച്ചിന് വരും. ഇപ്പുറത്തേക്ക് തിരിച്ചാലും നമുക്ക് കഴുത്തിന്റെ നേരെ ബാക്ക് സൈഡ് പെയിൻ വരും. അതേപോലെ ഒരു മെയിൻ പ്രശ്നമാണ് കൈ മരയിപ്പ്, കൈ മടച്ചിട്ട് നമ്മളിങ്ങനെ കൈ ഇട്ട് കുടഞ്ഞ് ഇങ്ങനെ അത് അങ്ങനെ കുടയും തോറും വേദന കൂടുക എന്നല്ലാണ്ട് പ്രത്യേകിച്ച് ഫലമൊന്നുമില്ല. പിന്നെ ഏറ്റവും കൂടുതൽ കാണുന്ന മറ്റൊരു കാര്യമാണ് ഈ ബാക്ക് പെയിൻ. നമ്മൾ രാവിലെ നമ്മൾ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഭാരം എടുത്ത് വെച്ച പോലെയാണ് നമുക്ക് തോന്നുന്നത്. നടുവിന് നമ്മൾ എങ്ങനെയോ കുത്തിയൊക്കെയാണ് നമ്മൾ എഴുന്നേക്കുന്നത്. അപ്പൊ ആ സമയത്ത് ഉണ്ടാവുന്ന വേദന. അതേപോലെ നമ്മൾ ഒരു റുക്കൂ പൊസിഷനിലോ അല്ലെങ്കിൽ സുജൂദിലേക്ക് പോയിട്ട് എഴുന്നേക്കുന്ന സമയത്ത് നമുക്ക് എഴുന്നേക്കാൻ പറ്റില്ല. ആ ഭാഗത്തൊരു വലിച്ചില്, ഇതുപോലെയുള്ള നടുവേദന. അതേപോലെയാണ് നടുവിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് ആ വേദന ഒറിജിനേറ്റ് ചെയ്തിട്ട് നമ്മുടെ ഉപ്പുറ്റു വരെയും ആ വേദന ഉണ്ടാവും. ഇനി കോമൺ ആയിട്ട് കാണുന്ന ഒരു മെയിൻ പ്രശ്നമാണ് മുട്ടുവേദന. എല്ല് തേയ്മാനം എന്ന് പറയപ്പെടുന്ന മുട്ടുവേദനയുണ്ട്. വർഷങ്ങളായിട്ട് നമ്മുടെ നീ ജോയിന്റ് മടങ്ങാത്ത എത്രയോ പേരുണ്ട്. അതേപോലെ അത്തയ്യാത്തിൽ നമുക്ക് ഇരിക്കാൻ പറ്റാത്ത അവസ്ഥ. ഇൻ കേസ് നമ്മൾ കാല് മടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അത് നിവരാനുള്ള ബുദ്ധിമുട്ട്. പിന്നെ ഏകദേശം കുറെ ആളുകൾ അനുഭവിക്കുന്നതാണ് ഉപ്പുറ്റുവേദന. രാവിലെ നമ്മൾ എഴുന്നേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നടക്കാൻ പറ്റില്ല. കാല് മുടന്തി പോവും. കുറെ നടന്നു കഴിഞ്ഞാലേ അത് ശരിയാവുള്ളൂ. നമ്മൾ വീഴാനൊക്കെ പോകാറുണ്ട്. ഞാൻ ഈ പറയപ്പെട്ട ഏതെങ്കിലും വേദനകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും തീർച്ചയായും ഞങ്ങളുടെ ഈ മൂവ് ഓൺ പെയിൻ കെയർ ഓയിൽ നിങ്ങൾ ട്രൈ ചെയ്യണം. ബെസ്റ്റ് റിസൾട്ട് ആണ് കേട്ടോ. ഓരോ വേദനകൾക്കും നമ്മുടെ മൂവ് ഓൺ പെയിൻ കെയർ ഓയിൽ ഉപയോഗിക്കേണ്ട രീതി ഞങ്ങളുടെ എക്സ്പേർട്ട് നിങ്ങൾക്ക് വിശദമായിട്ട് പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ ഈ ഓയിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന ഈ നമ്പറിൽ നിങ്ങളെ കോൺടാക്ട് ചെയ്താൽ മതി.